വിശുദ്ധ അൽഫോൻസാമ്മ 1910 ഓഗസ്റ്റ് 1 കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായിട്ടാണ് വിശുദ്ധ അൽഫോൻസാമ്മ ജനിച്ചത്. അവളുടെ മാതാവായ മേരി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പാമ്പ് തൻ്റെ ശരീരത്തിൽ ചുറ്റിയത് കണ്ട് ഭയന്ന് മാസം തികയാതെ 8ാം മാസത്തിലാണ് വിശുദ്ധ ജനിച്ചത്. അവൾ ജനിച്ചിട്ട് 8 മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 28 സീറോ മലബാർ സഭ ആചാരമനുസരിച്ച് ജോസഫ് ചക്കാഴിയിൽ അച്ഛൻ അൽഫോൻസാമ്മയെ മാമോദിസ മുക്കുകയും അവൾക്ക് അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തൻ്റെ ശൈശവം അവളുടെ വല്യപ്പച്ചനും വല്യമ്മയ്ക്കുമൊപ്പം എലുമ്പറമ്പിലായിരുന്നു ചിലവഴിച്ചത്. ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിന്റെ ആദ്യ വിത്തുകൾ അവളിൽ വിധിക്കപ്പെട്ടത്. ഒരു ദൈവഭക്തിയായിരുന്ന അവളുടെ വല്യമ്മ വിശ്വാസത്തിന്റെ ആനന്ദത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അവളെ പറഞ്ഞു മനസ്സിലാക്കി. അന്നക്കുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ സന്ധ്യാനേരത്തുള്ള കുടുംബ പ്രാർത്ഥന അവളായിരുന്നു നയിച്ചിരുന്നത്. കുടമാളൂരിൽ പള്ളിയിൽ 1917 നവംബർ 11 അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. അതിനുശേഷം ഒത്തിരി പ്രതിസന്ധികളോടെയാണ് വിശുദ്ധ കടന്നുപോയത്. കന്യാസ്ത്രീയാകുന്നതിൻ്റെ ആദ്യ പടിയായി 1928 ഓഗസ്റ്റ് 2 അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ആ ദിവസം വിശുദ്ധ അൽഫോൻസ് ഗിലോരിയുടെ തിരുനാൾ ദിവസമായിരുന്നതിനാൽ വിശുദ്ധ അൽഫോൻസ് ഗിലോരിയുടെ ആദ്യ അർത്ഥം അൽഫോൻസ എന്ന നാമമാണ് അവൾക്ക് നൽകപ്പെട്ടത്. സഭാവസ്ത്ര സ്വീകരണത്തിനായി അൽഫോൻസ ഭരണജ്ഞാനത്തെ തിരിച്ചെത്തുകയും 1930 മെയ് 19 ഭരണജ്ഞാനം ഫൊറോനപ്പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാ മെത്രാൻ മാർ ജെയിംസ് കളശ്ശേരിയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. 1930 1935 കാലയളവ് വിശുദ്ധയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. 1932 കോട്ടയം ജില്ലയിലെ വാകക്കാട് എന്ന സ്ഥലത്ത് ക്ലാരമഠം വക പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. എന്നാൽ അനാരോഗ്യ നിമിത്തം 1 വർഷം മാത്രമാണ് ആ സ്ഥാനത്ത് തുടരാൻ അൽഫോൻസാമ്മയ്ക്ക് സാധിച്ചത്. അനാരോഗ്യം കാരണം അവൾ ഒരു അധ്യാപികയുടെ ചുമതലയും കൂടാതെ ഇടവക പള്ളിയിലെ വേദോപദേശ അധ്യാപികയുമായി വർദ്ധിച്ചു പോന്നു. തുടർന്ന് 1935 ആഗസ്റ്റ് 12 ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ അവൾ നോവിഷ്യറ്റിനായി പ്രവേശിക്കപ്പെട്ടു. നോവിഷ്യറ്റ് ആരംഭിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം അൽഫോൻസ വീണ്ടും രോഗബാധിതയായി. അവൾക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും കാലിൽ വ്രണം ഉണ്ടാവുകയും ചെയ്തു. വളരെ ദുരിതപൂർണമായ അവസരത്തിൽ ദേവദാസനും ഇപ്പോൾ വിശുദ്ധനുമായ ഏലിയാസ് കുര്യാക്കോസ് ചാവറ പിതാവ് അവളെ രക്ഷിക്കാൻ അവളുടെ രക്ഷയ്ക്കെത്തി. ചാവറ പിതാവിന്റെ മാധ്യസ്ഥത്താൽ അവളുടെ അസുഖം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. രോഗപീഠകളിൽ നിന്നും താൽക്കാലികമായെങ്കിലും മോചിതയായ അൽഫോൻസ 1936 ആഗസ്റ്റ് 12 വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസം ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി. ആ സമയം മുതൽ യേശുവിന്റെ കുരിശിന്റെ ഒരു ഭാഗം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. 1945 വിശുദ്ധയ്ക്ക് അതികർശമായ അസുഖം പിടിപെട്ടു. അവളുടെ ശരീരത്തെ കീഴടക്കിയ നാനാവിധ രോഗങ്ങൾ അവളുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി. 1946 ജൂലൈ 28 ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റിക് മഠത്തിൽ വെച്ച് സിസ്റ്റർ അൽഫോൻസ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1953 ഡിസംബർ 2 ദൈവദാസിയായും 1984 നവംബർ 9 ധന്യ പദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു. 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 അൽഫോൻസാമ്മയെ ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 മാർച്ച് 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12 മറ്റു 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രാർത്ഥന. ഭാരത മണ്ണിന് അഭിമാനമായ വിശുദ്ധ അൽഫോൻസാമ്മയെ സഹനങ്ങളിൽ കുരിശിനെ പുണരുകയും ക്രൂശിതനെ സ്നേഹിക്കുകയും ചെയ്തവളെ ദൈവം അങ്ങിൽ കൂടുതൽ മഹത്വപ്പെടട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.